പിന്നെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അധികം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്, നിയമപ്രശ്നം ഉള്ളതുകൊണ്ടാണ്. കാരണം ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം നമുക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. ആദ്യം ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുക, അപ്പോൾ ഞാൻ കരുതി ഇവ നിസ്കരിക്കാൻ പഠിക്കുകയാണ്. കാരണം മുസ്ലിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നു. ഈ കോപ്രായം അല്ലാതെ വേറെ എന്തെങ്കിലും സാധനമില്ല. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ KC വേണുഗോപാൽ ഒരകലം പാലിക്കാൻ തുടങ്ങി. ഇപ്പോഴും പിള്ളേരെ നമ്മളിപ്പോഴും കൈ പിടിച്ച് നടത്തുക, ചെറിയ പിള്ളേരെ ഒരു 5-6 വയസ്സ് വരെ ഉള്ള, ഒരു 4 വയസ്സ് 3 വയസ്സ് വരെ എന്തായാലും നമ്മൾ കൈ പിടിച്ച് നടത്തത്തുള്ളൂ. നമ്മൾ വേറെല്ലെങ്കിലും നമ്മുടെ കയ്യിൽ കാണും. ഇതേപോലെ സൂക്ഷിച്ചിതിനെ കൊണ്ടു നടക്കാൻ വേണ്ടി സോണിയാഗാന്ധി ഏൽപ്പിച്ചേക്കാണ് KC വേണുഗോപാലിനെ. നരേന്ദ്രമോദിയെ പോയി കെട്ടിപ്പിടിച്ചിട്ട് കണ്ണിറക്കി കാണിച്ചാൽ ഒരാളെ ആലിംഗനം ചെയ്യുകയാണെങ്കിൽ ആത്മാർത്ഥമായിരിക്കണം, എന്നിട്ട് കണ്ണിറക്കി കാണിക്കുക. അതായത് കാപട്യവും ഉണ്ട്. കള്ളത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ട് പിടിച്ച ചെറുക്കൻ. പിന്നെ കാറിൻ്റെ ബോണറ്റിലുള്ള പ്രാവശ്യം കയറി, റാലിക്കിടയിൽ കാറിൻ്റെ ബോണറ്റിൽ കയറിക്കാം. അത് മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരം തന്നെ തെറ്റാ, എന്നിട്ട് അഭ്യാസം കാറിൻ്റെ ബോണറ്റിൽ. അത് മാത്രമല്ല, രാജ്യത്തിൻ്റെ Z കാറ്റഗറി സെക്യൂരിറ്റി ഉള്ള ഒരാളാണ്. ആ ആളാണ് ഈ കോപ്രായം എല്ലാം കാണിക്കുന്നത്. നരേന്ദ്രമോദി കോപ്രായം കാണിക്കുമോ? രാജഭായ് നമസ്കാരം. നമസ്കാരം. ഇലക്ഷൻ അടുക്കുന്ന സമയങ്ങളിൽ സാധാരണ രാഹുൽ ഗാന്ധി വരിക, കപ്പലിൽ കയറുക, അല്ലെങ്കിൽ ബോട്ടിൽ കയറുക, കടലിൽ ചാടുക, ഏതെങ്കിലുമൊക്കെ ചായക്കടയിൽ കയറുക, അവിടുന്ന് പഴംപൊരി കഴിക്കുക, ഉണ്ടംപൊരി കഴിക്കുക, അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് സംസാരിക്കുക, ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്നിപ്പോൾ ഒരു പീരുമേട്ടിലുള്ളൊരു സ്ഥലത്ത് അദ്ദേഹം കുട്ടികളുടെ കരേറ്റ ഭാഷ ആവുന്നൊരു കാഴ്ച കണ്ടു. ഇതാണോ UDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ കനകുരു തന്ത്രം? പിന്നെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അധികം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്, നിയമപ്രശ്നം ഉള്ളതുകൊണ്ടാണ്. കാരണം ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം നമുക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. അത് ഡൽഹി, കാരണം അത് ദില്ലിയിലായിരിക്കും കേസ് കൊടുക്കുന്നത്. പിന്നെ അങ്ങോട്ട് നടക്കണം. കുഴപ്പമൊന്നുമില്ല. പിന്നെ MP മാരെ ആരെങ്കിലും കൂടെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒരാളെ കൂടുതൽ സഹായമായിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ കൂടെ തന്നെ കൊണ്ടുപോകാം. എന്നെ പ്രിയങ്ക ഗാന്ധിയുടെ കൂടെയും CBI KC വേണുഗോപാലിൻ്റെയും കൂടെ പിന്നെ കൂടെ സഹായിയായിട്ടും കൊണ്ടുപോയിട്ട് കേസിന് കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോകാം. കാരണം ശിശുക്ഷേമ സമിതി ഒക്കെ നമുക്കെതിരെ കേസെടുക്കാൻ സാധ്യതയുണ്ട്. ഈ മാനസിക ആരോഗ്യമില്ലായ്മ ഒരു കുറ്റമല്ല, പക്ഷെ അത് കുറവാണ്. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് റാങ്കാണ്. അത് ആലോചിക്കണം. ആരൊക്കെ ഇരുന്ന കസേരയാണെന്ന് ആലോചിക്കണം. രാജീവ് ഗാന്ധി പിന്നെ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്, വാജ്പേയി പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്, പിന്നെ AKG ഔദ്യോഗികമായിട്ടായിട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ പലരും പിന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇരുന്നൊരു കസേരയിൽ രാജ്യത്തെ പ്രധാനമന്ത്രി പോലെ തന്നെ പ്രധാനപ്പെട്ട റോളാണ് ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രതിപക്ഷത്തിന് ചെയ്യാനുള്ളത്. എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പഴയ സിനിമയുണ്ട് സ്നേഹദീപം എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയ്ക്കകത്ത് പിന്നെ MB ശ്രീനിവാസൻ മ്യൂസിക് ചെയ്ത് P ഭാസ്കരൻ എഴുതി ലതാ രാജു പാടിയൊരു പാട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ഞങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ, ഞാൻ മുമ്പ് പണ്ടുണ്ട്, ഞങ്ങൾ 3 പേരും ഞാനും എൻ്റെ അനിയത്തിമാരും തമ്മിൽ 2 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വെയിലത്ത് കളിക്കാൻ പോകാതിരിക്കാൻ വേണ്ടി മമ്മി നല്ല ഡാൻസറുമാണ്, നന്നായിട്ട് പാട്ടും പാടും. സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. മമ്മി പാട്ട് പാടി ഡാൻസ് ചെയ്തും തരും. അപ്പോൾ അതിനകത്ത് ഈ സ്നേഹദീപം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഒരു പാവക്കുട്ടിയുടെ അടുത്ത്, സത്യൻ്റെ മോള് ഒരു പാവക്കുട്ടിയുടെ അടുത്ത് അതിനെ കളിക്കാൻ വിളിക്കുക. ആ പാട്ട് ഇങ്ങനെയാണ്: ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല PP തരാം, ഓടി ഓടി വാ, ഓടി 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 വന്നൊരു മുത്തം തന്നാട്ടെ, ചക്കര മുത്തം തന്നാട്ടെ, അരപ്പാത്രം പാലു തരാം, അമ്മ വന്നാൽ കാപ്പി തരാം, ആടി ആടി അരികിൽ വന്നൊരു നൃത്തം ചെയ്താട്ടെ, നല്ലൊരു നൃത്തം ചെയ്താട്ടെ. ഇത് പിന്നെ പാലും ഇതൊന്നും മുട്ടയൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഇതിന് ബോണ്ട തരാം, പിന്നെ ഉണ്ടംപൊരി തരാം, പരിപ്പുവട തരാം, പിന്നെ എന്നൊക്കെ പറയേണ്ടി വരും, പത്തിരി തരാം, ചുട്ട പത്തിരി തരാം, വെങ്കായം, കല്ലുപ്പ്, ഇതൊക്കെ അങ്ങനെയാണ് പരിപാടി. ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഒരു പെങ്കൊച്ചാണ് ഇത് ഗുരു. പെങ്കൊച്ച് കാണിക്കുന്ന പോലെ ഇവർ കാണിക്കുന്നത്. ആദ്യം ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുക, അപ്പോൾ ഞാൻ കരുതി ഇവ നിസ്കരിക്കാൻ പഠിക്കുകയാണ്. കാരണം മുസ്ലിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നു. ഈ കോപ്രായം അല്ലാതെ വേറെ എന്തെങ്കിലും സാധനമില്ല. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ KC വേണുഗോപാൽ ഒരകലം പാലിക്കാൻ തുടങ്ങും. കാരണം KC വേണുഗോപാൽ ഈ കളരി പിടിച്ച ആളാ. ഇത് കളരിയുടെ ബാലപാഠങ്ങളാണെന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുത്തേക്കുന്നത് ഇതൊക്കെ. പിന്നെ KC വേണുഗോപാൽ കടത്തനാടൻ വണ്ടിയിൽ നിന്ന് വന്നിട്ടുള്ളതല്ലേ. KC വേണുഗോപാലൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ഇരുത്തേണ്ടത് KC വേണുഗോപാലിനെ ചങ്ങായി മാറ്റിയിട്ട് ഇരുത്തേണ്ടത്. KC വേണുഗോപാലിന് തന്നെ ഈ പൊട്ടൻ്റെ കൂടെ എന്നുള്ള ഉള്ളി പറയുമല്ലോ. ഇയാൾ എവിടെ പോയാലും KC വേണുഗോപാൽ നല്ലപോലെ കൂടെ കൊണ്ടു കിടക്കും. KC വേണുഗോപാലും ഇനി പ്രിയങ്കയും കൂടെ പോകത്തില്ല. KC വേണുഗോപാലിനോട് നാളെ നമുക്ക് ചണ്ഡീഗഡിൽ പോകണം, അവിടെ PCC യോഗത്തിൽ പങ്കെടുക്കണം എന്ന് പറയുകയാണെങ്കിൽ KC വേണുഗോപാൽ പിറ്റേന്ന് രാവിലെ മെസ്സേജ് അയക്കും: രാഹുൽജി, I am not feeling well, I have a stomach issue. അല്ലെങ്കിൽ പറഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ കത്തയക്കുന്ന പോലെ ഫീവർ ആൻഡ് ഹെഡേക്ക് എന്ന് പറഞ്ഞിട്ട് കത്തയക്കും. കാരണം ഇതിൻ്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരും കൂടെ നാണംകെടുകയല്ലേ. ആലോചിച്ച് നോക്ക്. ഇനിയിപ്പോൾ പ്രതാപൻ കഴിഞ്ഞതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശ്ശൂരങ്ങാണ്ട് ഓടുന്നിട്ടാണ് മത്സ്യത്തൊഴിലാളികളുടെ കൂടെ ബോട്ടിലൊരു യാത്ര, ബോട്ടിൽ നിന്ന് എടുത്ത് കടലിൽ ചാടുക. ഇത് വെകിളി പൂണ്ടിട്ട് ഓട്ടിസം ബാധിച്ചാണോ അതോ വേറെ എന്തെങ്കിലും ആണോ, ഹൈപ്പർ ആക്റ്റീവ് ആണ്, എന്താ കാണിക്കേണ്ടതെന്ന് അറിയത്തില്ല. ഇതിനെ കൊണ്ട് ഏതെങ്കിലും പഠിക്ക് പോകാൻ പറ്റുമോ? വല്ല കൊക്കയിലും കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്തി ആടത്തില്ലേ താഴോട്ട്? ഇതിന് പേടിയല്ലേ? നമ്മൾ ഈ കൊച്ചു പിള്ളേരെ നമ്മൾ റോട്ടിൽ കൂടെ നടക്കുമ്പം എപ്പോഴും കൈ പിടിച്ച് നടത്തും. എന്തിനാ?
റോഡിന് കുറുകെ പെട്ടെന്ന് ഒരു ഓടുകയോ ഒക്കെ വണ്ടി ഇടിക്കും. നമ്മൾ പിള്ളേരെ നമ്മളെപ്പോഴും കൈ പിടിച്ച് നടത്തുക. ചെറിയ പിള്ളേരെ ഒരു 5-6 വയസ്സ് വരെ ഉള്ള, ഒരു 4 വയസ്സ് 3 വയസ്സ് വരെ എന്തായാലും നമ്മൾ കൈ പിടിച്ച് നടത്തത്തുള്ളൂ. നമ്മളെ വിരലെങ്കിലും നമ്മുടെ കയ്യിൽ കാണും. ഇതേപോലെ സൂക്ഷിച്ചിതിനെ കൊണ്ടു കിടക്കാൻ വേണ്ടി സോണിയാഗാന്ധി ഏൽപ്പിച്ചേക്കാണ് കെ സി വേണുഗോപാലിനെ. വേണു നോക്കണേ, എൻ്റെ കുഞ്ഞാണ്, അവന് ഇച്ചിരി ബുദ്ധി കുറവുണ്ട്, എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടാണ് ഈ വേണു ഈ അസൈൻമെൻറ്റ് ഏറ്റെടുത്തേക്കുന്നത്. അതിനാണ് വേണുഗോപാലിനെ പിടിച്ച് AICC ജനറൽ സെക്രട്ടറി ആക്കിയിരുന്നത്. കാരണം കണ്ണ് തെറ്റിയാൽ ഇത് പോയിട്ട് വല്ല കുളത്തിലും പുഴയിലൊക്കെ പോയി ചാടും. ഇത് എന്തെല്ലാം കാണിക്കുന്നത്. പിള്ളേർ തുമ്പിയെ പിടിക്കാൻ പോകുന്ന പോലെ വേണേൽ തുമ്പിയെ കണ്ടാൽ തുമ്പിയുടെ പുറകെ പോകും. പൂ പറിക്കാൻ വേണമെങ്കിൽ അതിന് പോകും. കളറും പോലീസും കളിക്കാൻ ആരെങ്കിലും LP സ്കൂളിലെ പിള്ളേർ വിളിച്ചാൽ വേണമെങ്കിൽ അതിന് പോകും. ഇതൊന്നും മോശമാണെന്നുള്ള അഭിപ്രായമൊന്നുമല്ല. ഇതിന് PP ബലൂണും പോലും അല്ല മേടിച്ചു കൊടുക്കേണ്ടത്. ഇതിനെ AICC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റണം. ലോകത്തിന് മുമ്പിൽ രാജ്യം തലകുനിയല്ലേ. നരേന്ദ്രമോദി അവിടെ ഇരുന്ന് ആർത്തലച്ച് ചിരിക്കുന്നുണ്ടാവത്തില്ലേ, പൊട്ടിച്ചിരിക്കുന്നുണ്ടാവില്ലേ? വേണ്ട, പിണറായി വിജയൻ ഇത് കണ്ടിട്ട് ചിരിച്ചു കാണത്തില്ലേ? ഇത് കേട്ട് കോൺഗ്രസ്സുകാരെല്ലാം തലയ്ക്ക് കാരണം ഇതിനെയാണല്ലോ കൊണ്ടുനടക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയുടെ പരമ്പരയിൽപ്പെട്ട ആളാണത്. അതെ, അതിന്റെ പിന്നെ ആദ്യ പ്രധാനമന്ത്രിയുടെ മകളുടെ പേരക്കുട്ടിയാണ്, ഇന്ദിരാഗാന്ധിയുടെ പേരക്കുട്ടിയാണ്, രാജീവ് ഗാന്ധിയുടെ മകനാണ്. രാജീവ് ഗാന്ധി നേരത്തെ മരിച്ചു പോയത് നന്നായി. ഇല്ലെങ്കിൽ രാജീവ് ഗാന്ധി ഹൃദയം പൊട്ടി മരിച്ചേനെ. കാരണം ഇങ്ങനത്തെ ഒരു മക്കളുണ്ടാകുമ്പോൾ ആ പിതാക്കന്മാരുടെ സങ്കടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്നെക്കാളൊക്കെ 5-8 വയസ്സ് മൂത്തോ, എനിക്ക് 48 വയസ്സായി, 56 വയസ്സെങ്ങാണ്ടുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴും കാണുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനോട് തോന്നുന്ന വാത്സല്യമാണ് രാഹുൽ ഗാന്ധിയോട് തോന്നുന്നത്. എന്താ കാരണം? പപ്പുമോൻ എന്ന വിളിക്ക് അർത്ഥപൂർണമായി അതിനനുയോജ്യനാണ് എന്ന് എപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പപ്പുമോൻ വിളി എങ്ങനെയാണ് വന്നേ? ഇമ്മാതിരി കോപ്രായം കാണിച്ചില്ല. പാർലമെന്റിലുള്ള പ്രാവശ്യം പോയിട്ട് അപ്രതീക്ഷിതമായി, ആകസ്മികമായി, നാടകീയമായി നരേന്ദ്രമോദിയെ പോയി കെട്ടിപ്പിടിച്ചിട്ട് കണ്ണിറക്കി കാണിച്ചാ. ഒരാളെ ആലിംഗനം ചെയ്യുകയാണെങ്കിൽ ആത്മാർത്ഥമായിരിക്കണം, എന്നിട്ട് കണ്ണിറക്കി കാണിക്കുക. അതായത് കാപട്യവും ഉണ്ട്. കള്ളത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ട് പിടിച്ച ചെറുക്കൻ എന്നല്ലാതെ അതിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവെന്ന് പറയാൻ പറ്റുമോ? ഇതിന് ശരിക്കും പറഞ്ഞാൽ പറ്റില്ല. PP ബലൂണും പോലും അല്ല. ഇതിന് ശരിക്കും കൊടുക്കേണ്ടത് ഫീഡിംഗ് ബോട്ടിലാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇതിന് അമൂൽ ബേബി എന്ന് വിളിക്കുന്നത്. ഫീഡിംഗ് ബോട്ടിൽ പാൽ കുടിക്കുക. അത് കഴിയുമ്പോൾ പിന്നെ വർത്താനം പറയാതിരിക്കാൻ അവന്. അപ്പോൾ പിന്നെ അതിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് കൊടുക്കുക. അത് കഴിയുമ്പോൾ അതിനകത്ത് പിന്നെയും പാല് നിറച്ചിട്ട് പിന്നെയും കൊടുക്കുക. അതങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. പിന്നെ വേണമെങ്കിൽ വല്ല കളിക്കാൻ വല്ല PP എന്തെങ്കിലും കൊടുക്കുക. ഇനിയിപ്പോൾ ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് കമ്പ്യൂട്ടർ ഗെയിമെങ്കിലും മേടിച്ച് കൊടുക്കണം എവിടെയല്ലോ. എന്നാൽ പിന്നെ അതേ നോക്കിക്കൊണ്ടിരിക്കും. പാർലമെന്റിൽ ഇരുന്നാലും വേറെയാണല്ലോ ശ്രദ്ധ. പരിപ്പ് വട, ഉഴുന്നുവട, പൊറോട്ട, ചായ, ബോണ്ട, ഇതാണ് വയനാട്ടിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ കാറിൻ്റെ ബോണ്ടിലുള്ള പ്രാവശ്യം കയറി റാലിക്കിടയിൽ കാറിൻ്റെ ബോണ്ടിൽ കയറിക്കാം. അത് മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരം തന്നെ തെറ്റാ. എന്നൊരു അഭ്യാസം കാറിൻ്റെ ബോണറ്റിൽ. അത് മാത്രമല്ല, രാജ്യത്തിൻ്റെ Z കാറ്റഗറി സെക്യൂരിറ്റി ഉള്ള ഒരാളാ. ആ ആളാണ് ഈ കോപ്രായം എല്ലാം കാണിക്കുന്നത്. നരേന്ദ്രമോദി കോപ്രായം കാണിക്കുമോ? ഒരിക്കലുമില്ല. മൻമോഹൻ സിംഗ് കാണിച്ചിട്ടുണ്ടോ? രാജീവ് ഗാന്ധി കാണിച്ചിട്ടുണ്ടോ? ഇന്ദിരാഗാന്ധി കാണിച്ചിട്ടുണ്ടോ? ഇന്ദിരാഗാന്ധിക്ക് ഒരു പവർഫുൾ ലേഡി അല്ലായിരുന്നു, അയൺ ലേഡി എന്നാണ് വിളിച്ചിരുന്നത്. ഇന്ത്യയുടെ ഉരുക്കുമെന്നതാണ്. എനിക്ക് തോന്നുന്നു ജനകീയരാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണെന്ന് തോന്നുന്നു. ആരാ ഇത് അനുകൂലം പറഞ്ഞു കൊടുത്താണോ എന്ന് എനിക്കറിയത്തില്ല. അത് കൂടാണ്ട് വേറൊരു കാര്യമുണ്ട്. ഇന്നിപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട്ടിൽ തുരങ്കപാതയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ വാർത്തയുടെ ഒരു ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമമാകാനും സാധ്യതയില്ല. അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. അത്ര വലിയ ബുദ്ധി ഉണ്ടെങ്കിലല്ലേ കുരുട്ടുബുദ്ധി ഉണ്ടാവത്തുള്ളൂ. പിന്നെ കോമൺ സെൻസ് പോലും ഇല്ലാത്ത ഈ സാധനത്തിന് ഇത് പോയിട്ട് വല്ല അബദ്ധവും കാണിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഞാനും എൻ്റെ അനിയത്തിയും കൂടി ഇന്നലെ വഴക്ക് കൂടി പിണങ്ങി. അന്നേരം അമ്മ ചോദിച്ചു എന്തിനാ പിണങ്ങിയെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ നുള്ളി പിച്ചി മാന്തി. 58 വയസ്സുള്ള ഈ പോത്തും 56 വയസ്സുള്ള അനിയത്തി. പ്രിയങ്ക ഗാന്ധിയൊക്കെ തൊലി ഉരിഞ്ഞു പോയ പോലാകത്തില്ലേ? ഇനി ആങ്ങളുടെ കൂടെ ഒരു യോഗത്തിനും പങ്കെടുക്കത്തില്ല പ്രിയങ്ക ഗാന്ധി. വയനാട്ടിൽ വല്ല പരിപാടി ഉണ്ടെങ്കിൽ പിന്നെ മേ അകലെ ജായക തും ഇധർ പോയിട്ടോ എന്ന് പറഞ്ഞേക്കാം. തും ഉധർ നൈ ആനേക്കെ തും ആയേക തോ മേ നൈ ആനെ വാല. ആങ്ങളെ പറഞ്ഞ കൊണ്ടുനടക്കാൻ മോശമല്ലേ? ആ റോബർട്ട് വധേര എഴുതി വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കത്തില്ലേ, ഇടി നിന്റെ ആങ്ങളെ ഒരു പൊട്ടനാണല്ലോ എന്ന് പറയത്തില്ലേ? എന്തായാലും നമ്മളാണ് ചോദിക്കത്തില്ലേ? പിന്നെ അവിടെ നിന്ന് കവളി പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. ഇവിടെ വിദേശ രാഷ്ട്ര തലവന്മാർ എത്ര പേര് കുടുംബസമേതം വരുന്നു? ഒബാമയാണെങ്കിലും ബിൽ ക്ലിന്റൺ ആണെങ്കിലും ഒക്കെ ഭാര്യയും മക്കളെയൊക്കെ കൊണ്ടുവരുന്നു. ഏതെല്ലാം രാജ്യക്കാരെ? ഇന്ത്യയിൽ നിന്നുള്ള പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ വിദേശത്ത് പോകുന്നില്ലേ? വേണ്ട, നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും ഇവരൊക്കെ പോയിട്ടില്ലേ? രമേശ് ചെന്നിത്തലയും ബാക്കിയുള്ളവരൊക്കെ ഉമ്മൻചാണ്ടിയും ഒക്കെ കുടുംബസമേതം പോയിട്ടില്ലേ? അപ്പോൾ അവിടെ ഇരുന്നിട്ട് പിന്നെ അച്ഛൻ്റെ കവളെ പിടിക്കുകയും ചാണ്ടി ഉമ്മൻ പോയിട്ട് മറിയം ഉമ്മൻ്റെ കവളെ പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും ഇതൊക്കെ പരസ്യമായിട്ട് ചെയ്യുന്നതിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഒരു പൊളിറ്റിക്കൽ വേദിക്കകത്ത് ഇവരുടെ വ്യക്തിപരമായ കുടുംബസ്നേഹത്തിന്റെ ദൃഢത ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അവർക്കിടയിൽ ദൃഢത ഇല്ല എന്നതിന്റെ തെളിവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒരു ദുരന്ത ഭൂമിയിൽ അതെ ഒരുപാട് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട് ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രമൊക്കെ ബാക്കിയായിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ നഷ്ടപ്പെട്ട മനുഷ്യരുടെ മുമ്പിലിരുന്നിട്ടാണ്, അതായത് സ്വന്തം സഹോദരിയെ നഷ്ടപ്പെട്ട വേദനയിൽ നിൽക്കുന്ന സഹോദരന്മാരുടെ മുമ്പിൽ, സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട വേദനയിൽ നിൽക്കുന്ന മാതാപിതാക്കളുടെ മുമ്പിലാണ് ഈ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള സ്നേഹപ്രകടനം കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് നുള്ളാൻ, ഞങ്ങൾക്കൊന്ന് തലോടാൻ, ഞങ്ങളുടെ കുഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ അനിയത്തി നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് എഴുതിയിട്ട് ആ മനുഷ്യരെ കരയിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്.
ആ മനുഷ്യരെ കരയിപ്പിക്കുകയല്ലേ ചെയ്യുന്നേ. അവരുടെ വികാരങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയില്ലാത്ത ഒരു പൊട്ട ചെറുക്കൻ. ഇതിനെ പപ്പു മോൻ എന്ന് പോലും പേരിടാൻ പാടില്ല. പപ്പുമാർ കുതിരോട്ടമ്പൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്തേനെ. ഞാൻ പറഞ്ഞില്ല, ബുദ്ധിയില്ലായ്മ ഒരു കുറ്റമൊന്നുമല്ല, പക്ഷേ അത് കുറവാണ്. ഇതിനെ നല്ല ചൈൽഡ് സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം, ചൈൽഡ് സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം, അല്ലാതെ മറ്റവരെ കൊണ്ടേ കാണിച്ചിട്ട് കാര്യമില്ല. ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് നല്ല കൗൺസിലിംഗ് നടത്തണം. പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ഇനി മാനസികാരോഗ്യം പരിശോധിക്കണം. 35 വയസ്സ് പൂർത്തിയായാൽ മതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാമെന്ന്, അല്ലെങ്കിൽ ഇത്ര വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ MP ആവാമെന്ന്, MLA ആവാമെന്നുള്ള നിയമം മാറ്റണം. നിയമസഭയിലൊന്നും വലിയ കുഴപ്പങ്ങളില്ല. പാർലമെൻറ്റിലേക്ക് നോമിനേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ മാനസികാരോഗ്യ സർട്ടിഫിക്കറ്റും കൂടെ നോമിനേഷൻ കൂടെ വെക്കുന്ന രീതി വേണം. A.O. ഹ്യൂം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനായ സായിപ്പ് 1885 ഡിസംബർ 28-ന് അദ്ദേഹം ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും കൂടിയായിരുന്നു. അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്ന് പറയുന്ന A.O. ഹ്യൂം ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 141 വർഷങ്ങൾക്ക് ശേഷം അയാൾ ഫുൾ ബ്രിട്ടീഷുകാരനായിരുന്നു. ഇത് അര ഇന്ത്യനായ അര ഇറ്റാലിയൻകാരനായ രാഹുൽ ഗാന്ധി അതിൻ്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി അടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലേ പറയണ്ടേ. A.O. ഹ്യൂം തുടങ്ങി വെച്ചു, ഒരു സായിപ്പ് തുടങ്ങി, അര സായിപ്പ് ഇതിനെ തീർക്കാൻ പോകുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഭാവി പ്രധാനമന്ത്രി എന്നാണ് പറയുന്നത്. ഭാവി പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനുള്ള യോഗ്യത ക്വാളിറ്റി ഉണ്ടോ? എൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് കാലം രാഹുൽ ഗാന്ധി ആയിക്കഴിഞ്ഞാൽ ഞാൻ ആ പഞ്ചായത്തിൽ നിന്ന് വീട് വിട്ടുപോകും. ഇയാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകാനും മാർഗ്ഗമില്ല. ഒന്നുകില്ല സച്ചിൻ പൈലറ്റിനെ പിടിച്ചാക്കുക, വേണ്ടെന്ന KC വേണുഗോപാലിനെ പിടിച്ചിട്ട് പ്രതിപക്ഷ നേതാവാക്കട്ടെ. KC വേണുഗോപാൽ ഏബിളല്ലേ, സംസ്ഥാന മന്ത്രിയായിട്ടുണ്ട്, കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും KC കുറ്റം പറഞ്ഞിട്ടുണ്ട്. KCയും കൂടി ഇല്ലെങ്കിൽ KCയുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഇത് പിന്നെ വേറെ എന്തെങ്കിലും അബദ്ധം കാണിക്കുന്നേ. മോദിയുടെ അടുത്തോട്ടൊക്കെ ചെല്ലുമ്പോൾ മോദിക്ക് പേടിയായിരിക്കും, ചിലപ്പോൾ തോളെ കയറിയിരിക്കും. കൊച്ചു പിള്ളേരെ പോലെ ചാടിക്കയറി തോളത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇന്ത്യ നാണം കിട്ടില്ലേ. കാരണം ഇത് ജനലക്ഷങ്ങൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പ്രധാനമന്ത്രിയുടെ തോളത്ത് കയറി പിടിച്ച് മാ എന്ന് പറഞ്ഞിട്ട് കയറി പിടിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. വിക്രമാദിത്യൻ്റെ മേളത്തെ വേദാളം കയറിയ പോലെ. അല്ലെങ്കിൽ മറ്റേ ഇയാളെ കപിൽ സിബലിനെ തിരിച്ചു കൊണ്ടുവരിക. അതല്ലെങ്കിൽ VD സതീശനെ കൊണ്ടിട്ടുന്നേ. VD സതീശൻ അത്ര ഇങ്ങനത്തെ കാണാ പരിപാടിക്ക് VD സതീശനെ കിട്ടും. അല്ലെങ്കിൽ വേണ്ട DK ശിവകുമാറിനെ പിടിച്ചാക്കട്ടെ, രേവന്ത് റെഡ്ഡി ആക്കട്ടെ, ഒന്നും വേണ്ട. ഇച്ചിരി കോഴിത്തരം കയ്യിലുണ്ടെങ്കിൽ ഈ ബുദ്ധിയില്ലായ്മ ഒന്നും കയ്യിലില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചിട്ട് പ്രതിപക്ഷ നേതാവാക്കി ഇതിനേക്കാളും ബെറ്ററാന്നേ. പിന്നെ മെഹുവ മൈത്രയ്ക്കും സുപ്രിയ സുലിക്കും ഒന്നും സ്വസ്ഥത ഉണ്ടാവത്തില്ലെന്നേ ഉള്ളൂ. മോളുസേ അവൻ ഹിന്ദിയിലായിരിക്കും. ഹിന്ദിയൊക്കെ പഠിച്ചിട്ട് ഹായ് ഡാർലിംഗ് ഹണി ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ലെന്നേ. അപ്പോഴെന്ന് വെച്ചാൽ മുന്നണിക്കകത്ത് തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാവും. ഇന്ത്യ സഖ്യത്തിൽ ബാക്കിയുള്ള മുന്നണിപ്പെട്ട വനിതാ MP മാരുമായിട്ടൊക്കെ അവൻ നല്ലൊരു ലേസൺ ഉണ്ടാക്കി വെക്കും. എന്തായിരുന്നാലും ഞാൻ അധികം പറയുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ ഒക്ടോവിയൻ അലൻ ഹ്യൂം എന്ന് പറയുന്ന ഫുൾ സായിപ്പ് തുടങ്ങി വെച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിച്ചുകൊണ്ടിരിക്കുകയാണ് അര സായിപ്പായ രാഹുൽ ഗാന്ധി. കൂടുതൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയാത്തത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുക്കുമെന്നോ ശിശുക്ഷേമ സമിതി നമ്മളെ പിടിച്ചുകൊണ്ട് പോകുമെന്നോ ഉള്ള പേടി കൊണ്ടാണ് ഈ പുള്ളിക്ക് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് നൽകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.